ലോഹിതദാസ് സാറിനെ കുറിച്ച് ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ആദ്യം വരേണ്ട ഒരാൾ CB മലയിൽ സാർ തന്നെയാണ്. ശ്രീനേട്ടൻ എഴുതിയ, പ്രിയദർശൻ സാർ എഴുതിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്യുന്നതിനിടയിൽ ലോഹിതദാസ് എന്നൊരു പുതിയ എഴുത്തുകാരനെ മലയാള സിനിമയിലേക്ക് തനിയാവർത്തനത്തിലൂടെ കൊണ്ടുവന്നത് CB സാറായിരിക്കും. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായും എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു കാണൽ, എങ്ങനെയായിരുന്നു ലോഹിതദാസ് സാറ് സിനിമയിലേക്ക് വന്നത്? എൻ്റെ ഒരു അറിവിൽ അദ്ദേഹം നാടക പ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതെ, സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്നും മറ്റു പറയുന്ന നാടകത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയിരിക്കുന്നു. അതിനുശേഷമാണ് സിനിമയിലേക്ക് വന്നത്. സാർ എങ്ങനെയാണ് ലോഹി സാറിനെ കണ്ടെത്തിയത്? ലോഹിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് തിലകൻ ചേട്ടനാണ്. അതിനു മുമ്പ് ഞാൻ ചെയ്ത രാരീരം എന്ന സിനിമയിൽ തിലകൻ ചേട്ടനൊരു ചെറിയ വേഷത്തിൽ ചെയ്തിരുന്നു. അതിന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് അദ്ദേഹം ആ ഡബ്ബ് ചെയ്ത ഭാഗം വെച്ചിട്ട് എൻ്റെ വർക്കിനെ കുറിച്ചുള്ള ഒരു അപ്രീസിയേഷൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്താം, നാടകം എഴുതുന്ന ആളാണ്, നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ലോഹി എന്നെ വിളിക്കുകയാണ് എൻ്റെ ലാൻഡ് ഫോണിലേക്ക്. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ പാലക്കാട് ഒരു സിനിമയുടെ ഡിസ്കഷന് വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അവിടെ വന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ പാലക്കാട് വന്നാണ് ലോഹി എന്നെ കാണുന്നത്. പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ ഞാനും ശ്രീനിയുമായിട്ട് വേറൊരു ഡിസ്കഷൻ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ റൂമിലേക്ക് അദ്ദേഹം ആ ഹോട്ടലിലേക്ക് എന്നെ കാണാൻ വരുന്നു. അദ്ദേഹം അന്ന് വന്ന ആ ആദ്യ കാഴ്ചയിൽ തന്നെ എന്നോട് 3 കഥകളാണ് പറയുന്നത്. 3 കഥ പറഞ്ഞു? 3 കഥകൾ ഒന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. 3 കഥകൾ ഒരുപാട്. ആദ്യം പറയുന്ന ആധാരം എന്ന പേരിൽ പിന്നീട് വന്ന സിനിമയുടെ പിന്നീട് മഹായാനം, അങ്ങനെ 3 കഥകൾ ഒരുമിച്ച് പറഞ്ഞു. ഇപ്പം 3 നമ്മളെ ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ 3 ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കഥകളായിരുന്നു. 3 സിനിമയായി കാലത്തിൽ. അതെ. അപ്പോൾ പിന്നീട് അദ്ദേഹം ഞാൻ അന്ന് ശ്രീനിയുമായിട്ടുള്ള ആ സിനിമയുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് കഴിഞ്ഞൊരു പ്രോജക്റ്റിലേക്ക് ചെയ്യാമെന്ന് തോന്നി. പക്ഷേ ശ്രീനിയുമായിട്ടുള്ള പ്രോജക്റ്റ് പിന്നെ സംഭവിച്ചില്ല. അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ചെറിയ പിന്മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പിന്നീട് ശ്രീ മമ്മൂട്ടി എൻ്റെ അടുത്തേക്ക് 2 എഴുത്തുകാരെ പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞ കഥയിൽ ഒരു കഥാപാത്രം മമ്മൂട്ടിക്ക് താല്പര്യമുണ്ട്. ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലൊക്കെ കൂടെ പോകുന്നൊരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഥയൊന്ന് കേട്ട് നോക്ക്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സിനിമയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, അവരുടെ കഥ കേട്ടു. പക്ഷേ ആ കഥ എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കഥ കൊണ്ട്. പക്ഷേ മമ്മൂട്ടി അതിനകത്ത് വല്ലാതെ ഇൻവോൾവ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥയൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെ അന്ന് വന്ന് കണ്ട ഇയാളുടെ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ അയാളെ അന്വേഷിച്ചിട്ട്, ഇയാളുടെ വീടറിയില്ല, ചാലക്കുടി ഭാഗത്തുള്ളൊരു നാടകക്കാരെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒരു വൈകുന്നേരം, അടുത്ത ദിവസം വിഷുവാണ്, അപ്പം പ്രൊഡ്യൂസർക്ക് അന്ന് രാത്രി ശബരിമലയ്ക്ക് പോകണം. അതിനു മുമ്പ് ഇയാളെ കണ്ട് പിടിച്ചാൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു കാറിൽ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തേക്ക് പോയി. ചാലക്കുടി അടുക്കാറായപ്പോഴത്തേക്ക് ഒരു മുറുക്കാങ്കടയിൽ നിർത്തി ചോദിച്ചു, ഈ നാടകമൊക്കെ എഴുതുന്ന ലോഹിതദാസിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഒരു പേഴ്സൺ ഡിസ്റ്റിലറി കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, മുരിങ്ങൂർ എന്ന സ്ഥലത്തിൻ്റെ പേര്. അങ്ങോട്ട് കയറുമ്പോൾ വലതുവശത്ത് ഒരു കലുങ്ക് കാണും, ആ കലുങ്കിൽ അയാളുടെ വീട് അതിന് മുമ്പിലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കലുങ്കിൽ 2 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ വണ്ടി കൊണ്ട് നിർത്തി പറഞ്ഞ്, ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഒരു വെള്ള അംബാസഡർ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ഇയാളെന്ന് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ മുഖമ്പത്തോട് കാണാനുള്ളൊരു അടുത്തെത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന്, അയ്യോ സാറായിരുന്നു, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വെള്ള അംബാസഡറുണ്ട്, അയാൾ വരുമെന്ന് വിചാരിച്ചിട്ട് അയാളെ വെയിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തെ കാണുകയും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് ആവശ്യം, ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒന്ന് എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം പെട്ടിയും 5-6 ദിവസത്തേക്കുള്ള തുണിയൊക്കെ എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ എറണാകുളത്തേക്ക് വന്ന് ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയാണ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് എനിക്കിപ്പോൾ തൃപ്തികരമായ ഒരു രീതിയിലല്ല ഉള്ളത്, അതൊന്ന് മാറ്റി ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആ കഥ കേട്ടിട്ട് പറഞ്ഞു, ഇതിനൊന്നും ചെയ്യാനില്ല, കാരണം ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു കഥയല്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇത്തരം ഒരു കഥാപാത്രമുണ്ട്, അത് വെച്ചൊരു കഥ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രിയും പകലും കൊണ്ട് അദ്ദേഹം ആലോചിച്ചെടുത്തിട്ട് പറഞ്ഞ കഥയാണ് തനിയാവർത്തനമായി മാറിയത്. ബാലമാഷ് എന്ന കഥാപാത്രം
ആ വെള്ള അംബാസഡറിൽ കലിങ്ങിൽ നിന്ന് ഇറങ്ങി കയറി ഉടുപ്പെടുത്ത് കുപ്പായമെടുത്ത് വന്നത് പിന്നീട് മലയാള സിനിമയിലെ ഒരുപാട് നല്ല ചിത്രങ്ങൾ, ഒരുപാട് കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ, കഥാപശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു വലിയ എഴുത്തുകാരനാണ്, സംവിധായകനാണ്. ആ സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഓർമ്മകളാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് കൂടുതൽ കേൾക്കാം. ഓർമ്മയിൽ നിന്നും ലോഹിതദാസ്.